എന്നാലും വലിയ കഷ്ടമായിപ്പോയി. ഇതെന്നാ പറ്റിയത് എൻ്റെ മോൾക്ക്? കഷ്ടം. അവളുടെ മുഖത്തൊരു സന്തോഷം പോലും ഇല്ല. ഈ കണക്കിന് അച്ചു ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളെ എങ്ങനെ നേരിടുമെന്ന് എനിക്കറിയാത്ത. അതൊന്നും ഓർത്ത് സിന്ധു വിഷമിക്കണ്ട. അവൾ എൻ്റെ മോളാ. അതൊക്കെ അച്ചു നേരിട്ടോളൂ. പൊന്നൂസേ, വിഷമമുണ്ടോ? വിഷമമുണ്ടോന്ന് ചോദിച്ചാ ഇല്ല, പിന്നെ എന്നാലും ചെറിയൊരു സങ്കടം. നമുക്ക് 5th റാങ്കില്ലേ പൊന്നൂസേ, അതൊരു ചെറിയ കാര്യമല്ലല്ലോ. അച്ഛനൊക്കെ സ്കൂളിൽ പഠിച്ചോണ്ടിരുന്നപ്പോഴേ അച്ഛന് റാങ്കേ കിട്ടിയിട്ടില്ല. അച്ഛന് 2-3 ഫ്രണ്ട്സും കൂടെ ഉണ്ടല്ലോ, ക്ലാസ്സിലെ ഏറ്റവും ബാക്ക് ബെഞ്ചിലിരിക്കുന്നത്. ഞങ്ങൾ കുറച്ച് പഠിക്കും, കുറച്ചലമ്പം, കുറച്ച് പഠിക്കും, കുറച്ചലമ്പം. എന്നിട്ട് അച്ഛൻ എന്തെങ്കിലും കുഴപ്പം പറ്റിയോ? നമ്മൾ പഠിക്കുമ്പം എൻജോയ് ചെയ്ത് പഠിക്കണം, അല്ലാതെ റാങ്ക് കിട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല. പ്രത്യേകിച്ച് 1st റാങ്കിൽ ഒരു കാര്യമില്ല. അതുകൊണ്ട് പൊന്നൂസ് വിഷമിക്കണ്ട കേട്ടോ. നിന്നെ പക്ഷെ അടുത്ത ടൈമില് അപ്പടെ പൊന്നൂസിന്റെ 1st റാങ്ക് മേടിക്കണം. പ്ലീസ് 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 പ്രോമിസ് ചെയ്ത് തന്നെ. ആ മേടിക്ക്. ചേച്ചി, എനിക്ക് അസൈൻമെന്റ് ചെയ്യാവുന്ന ഹെൽപ്പ് ചെയ്യോ? കഴിഞ്ഞ തവണയൊക്കെ അച്ഛൻ ഒറ്റയ്ക്കല്ലേ ചെയ്തത്, പിന്നെ ഇതിന് ഇപ്പം എൻ്റെ ഹെൽപ്പ്? പ്ലീസ് ആ ചേച്ചി. ഒറ്റയ്ക്ക് ചെയ്യച്ചോ, എന്നാലേ പഠിക്കത്തുള്ളൂ. ചേച്ചി, ഇനി ഇതിട്ടാ പോരെ? നിനക്കിഷ്ടമുള്ള ഏതേലും ഇട്ടോണ്ട് പൊക്കോ. ഇതൊക്കെ എന്തിനാ എന്നോട് ചോദിക്കണേ? എന്താണ്? ചെല്ല്. ഇന്ത്യനും ചൈനീസും മിക്സോ? ചേച്ചി, എന്റെ മുടിയൊന്ന് കെട്ടിത്തരുവോ? ലീലാമ്മച്ചിയോട് പറ, ഞാൻ കുറച്ച് തിരക്കാം. ചേച്ചി പ്ലീസ്. ചെല്ലച്ചു. വല്യമ്മച്ചയ്ക്ക് ഇത്രയൊക്കെ അറിയത്തുള്ളടാ. ഇപ്പൊ നല്ല ചുന്നരി കുട്ടിയായല്ലോ. ചേച്ചി കിട്ടുന്നതിന് അത്രയൊന്നും ആയിട്ടില്ല. ആര് പറഞ്ഞു? അതിനേക്കാടി ചുന്നരിയായിരിക്കുന്ന ലീലാമ്മച്ചിയുടെ ചുന്നരി കുട്ടി കേട്ടോ. അക്ഷര, മോൾക്ക് എന്ത് പറ്റി? വല്ല വിഷമമുണ്ടോ? ഒന്നുമില്ല മിസ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ബിസി ആയിരുന്നോ? ഇല്ല, ഞാൻ വന്നോട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല, ഇന്ന് ഇത്തിരി ഫ്രീ ആയിരുന്നു. പ്രീമിയം കാറിന്റെ സെക്കൻഡ് സീറ്റ് അല്ലേ? അതെ അതെ, എല്ലാം ഹൈ എൻഡ് കാർസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രീമിയം ആണ്, പ്രോഫിറ്റും. കൊള്ളാം. സിഗരറ്റ്? അയ്യോ, ഞാൻ വലിയില്ല. അച്ഛനെ വേണമെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് വലിക്കാട്ടോ. ഞാനും വലിയില്ല. കല്യാണത്തിന് മുമ്പ് വലിക്കായിരുന്നു. സിന്ദൂരൊറ്റക്കാരെ ആവശ്യപ്പെട്ടുള്ളൂ, സിഗരറ്റ് വലിക്കരുത്. അവക്കിന്റെ സ്മെല്ല് അടിച്ചു കഴിഞ്ഞാൽ തലവേദന എടുക്കും, മൈഗ്രെയിൻ ഉള്ളതുകൊണ്ടേ. ശരി, ആദ്യം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നമുണ്ടല്ലേ? പിന്നെ പിന്നെ ഞാൻ 2 അടിക്കും. അതല്ല, വീട്ടിലെ കാര്യങ്ങളൊക്കെ പറ. അമ്മ, പിന്നെ അനിയത്തി. അനിയത്തി ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്നത്? അതെ, കാക്കനാട്. അച്ഛൻ മരിച്ചിട്ട് ഇപ്പൊ 5 വർഷം. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അവള് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഞാൻ പിള്ളേരോട് ഭയങ്കര ഫ്രണ്ട്ലിയാ, കൂട്ടുകാരെ പോലെ. ഞങ്ങളുടെ വീടിന്റെ പേര് തന്നെ സന്തോഷം എന്നാ, അറിയാലോ. ആദ്യം പറഞ്ഞിട്ടുണ്ട് അച്ഛൻ ഭയങ്കര കോമഡിയാണ്. നമ്മള് വെറുതെ മസിൽ പിടിച്ച് പിള്ളേരെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ വളർത്തിയിട്ട് എന്താ കാര്യമുള്ളത്?
അതെ. അല്ലെങ്കിൽ തന്നെ പിള്ളേരെ ഡോക്ടറാക്കാനും എഞ്ചിനീയർ ആക്കാനും ഒന്നും അല്ല പഠിപ്പിക്കണ്ട. വേറൊരാളുടെ മുഖത്ത് നോക്കി മനസ്സ് തുറന്നൊന്ന് ചിരിക്കാനാ ആദ്യം പഠിപ്പിക്കണം. ശരിയാ. ഗിരീഷിന്റെ മുഖത്ത് ആ ചിരിയുണ്ട്. അശ്ശോ. എന്നാ ചെല്ലേ, ഞാനിരുന്ന് സമയം കളയുന്നില്ല, ഇറങ്ങിക്കോട്ടെ. ആ പിന്നെ അച്ഛൻ്റെ മനസ്സിൽ ഇപ്പോഴത്തെ ടെൻഷൻ എനിക്ക് നല്ലോണം മനസ്സിലാവും. ഇപ്പം എൻ്റെ അനിയത്തി ഇതുപോലെ തന്നെ അവളുടെ മനസ്സിലിഷ്ടമുള്ള ഒരാളെ കുറിച്ച് ഞങ്ങളോട് പറഞ്ഞായിരുന്നേ. ഓ, അവരുടെ പൊരുത്തമാണ് ഏറ്റവും വലുത്. എന്നാലും വീട്ടിലൊരു കൊച്ചിനെ പറഞ്ഞു വിടുമ്പോൾ ടെൻഷൻ എന്താണെന്ന് എനിക്ക് നല്ലോണം അറിയാം. അച്ഛൻ ടെൻഷൻ അടിക്കണ്ട. ആ പിന്നെ ഞാനിവിടേക്ക് 2 അടിക്കും കേട്ടോ. അത് മതി. ശരി എന്നാ. ശരി അച്ഛൻ. എന്ത് സങ്കടം അത് പറ. അക്ഷര, കാര്യം അറിഞ്ഞാലല്ല എൻ്റെ സൊല്യൂഷൻ പറയാൻ പറ്റൂ. നീ കാര്യം പറ. ആദേച്ചിക്ക് എന്നെ പഴയ പോലൊരു ശ്രദ്ധയില്ല, പഴയ പോലത്ര ഇഷ്ടവും. സത്യം പറഞ്ഞാൽ ആദേച്ചി ഞാൻ ഇപ്പോഴാണ് മിസ് ചെയ്യുന്നത്. ആദേച്ചിയെ പഴയ പോലെ കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോടാ? അതിനൊരു വഴിയുണ്ട്. എന്താ? അവരെ ബ്രേക്കപ്പ് ആക്കിയാ പോരെ? എങ്ങനെ? എന്താ ഭംഗിയായിട്ടാ ചേച്ചി വരയ്ക്കുന്നേ? ഭംഗിയാക്കണം. പടം വരയ്ക്ക് ആദ്യം കഴിഞ്ഞ് വേറെ ആളുള്ളൂ ഇവിടെ. പിന്നെ ഞാൻ ഗിരീഷേട്ടനെ കണ്ടായിരുന്നു. എവിടെ വെച്ച്? സ്കൂളിൽ നിന്ന് വെളിയിറങ്ങിയപ്പോ. അപ്പൊ ഗിരീഷേട്ടൻ വൈകി കൂടെ ഇങ്ങനെ പോണു. ഗിരീഷേട്ടനാന്ന് ഉറപ്പില്ല. പിന്നെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു കൂടെ. ആ ചേച്ചി ഗിരീഷേട്ടൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ചായിരുന്നു പോന്നെ. അല്ലേലും ഗിരീഷേട്ടൻ ആ ചേച്ചിക്ക് മാച്ച് അല്ല. ചേച്ചി ക്യൂട്ടല്ലേ? ആ ചേച്ചിയും ഗിരീഷേട്ടനും മിസ്മാച്ചാ. കൊള്ളാം. കൊള്ളത്തില്ലേ? സാറിലിടി, ഞാൻ സഹിച്ചു. മോള് പോയിരുന്നു പഠിക്ക്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആ ശരി, സൂക്ഷിച്ചാ കൊള്ളാം. നീ പോയി നിന്റെ പഠിത്തം സൂക്ഷിക്കാദ്യം. 5ാം സ്ഥാനത്ത് 10ാം സ്ഥാനം ആവണോ നിനക്ക്? എന്നാ ചെല്ല്. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ചെല്ല് ചെല്ല് ചെല്ല്.